എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. മരിയ വാർത്തകൾ. കൊച്ചി KCBCയുടെ മദ്യവിരുദ്ധ സംസ്ഥാന സമിതി അർദ്ധവാർഷിക സമ്മേളനം ഡിസംബർ 7-ാം തീയതി പാലാരിവട്ടം POCയിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇത് 3 ഭാഗങ്ങളായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. എല്ലാവരും ഈ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയോടുകൂടി, അപേക്ഷയോടുകൂടി നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ജ്വാലകൾ വീശിയൻ ബോധത്തെ ആകവെ ശോഭനമാക്കിയാലും വെളിവിന്റെ കതിരൊളി തൂകിയൻ ചേതന പരിരമ്യമാക്കിയാലും വെളിവിന്റെ കതിരൊളി തൂകിയൻ ചേതന പരിരമ്യമാക്കിയാലും പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. അതിൽ നിന്നാണ് വരും വർഷങ്ങളിലേക്ക്, വരും മാസങ്ങളിലേക്ക് വരുന്ന ചിന്തകൾ രൂപപ്പെടുത്തുന്നത്, പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എല്ലാം ഈ ആധികാരികമായ ഈ ജനറൽ ബോഡിയിൽ വെച്ചാണ്. തീർച്ചയായും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ യോഗത്തിൽ, ഈ അർദ്ധവാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും ആരാധ്യനായ ബിഷപ്പ് യുവനോന്മ ബിയേഴ്സ് പിതാവാണ്. പിതാവ് നമ്മുടെ ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുക മാത്രമല്ല, എല്ലാത്തിനും ഒരു വ്യക്തത വരുത്തി പിതാവ് ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു എന്നറിയുന്നത് ചെയ്തത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലാണെങ്കിലും മറ്റ് സമ്മേളനങ്ങളിലാണെങ്കിലും ഒക്കെ വളരെ കൃത്യതയോടെയാണ് പിതാവ് ഈ കാര്യങ്ങളിൽ ഇടപെടുകയും നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്യുന്നത്. തീർച്ചയായും പിതാവിൻ്റെ ഈ സാന്നിധ്യം നമുക്ക് ഏറെ സന്തോഷപ്രദമാണ്. ഈ യോഗം പിതാവ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംസ്ഥാന സമിതിക്ക് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ വളരെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ പിതാവിനെ സ്വാഗതം ചെയ്യുക. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന റവറൻഡ് ഫാദർ ജോൺ അരീക്കൽ അച്ഛനാണ്. അച്ഛൻ ഇതിനു വേണ്ടി സഹിക്കുന്ന ത്യാഗം നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിനെ ഒരു അടുക്കും ചിട്ടയമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അച്ഛൻ നിങ്ങളുടെ സന്നിഹിതനാണ്. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി അച്ഛൻ ജോൺ അരീക്കൽ അച്ഛനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുക. പിന്നെ ഈ സംസ്ഥാന സമ്മേളനത്തിന് ഒരു കൃത്യതയൊക്കെ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ സെക്രട്ടറി പ്രസാദ് കുരുവള ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. KCBC മദ്യവിരുദ്ധ സമിതി എന്ന് പറഞ്ഞാൽ പ്രസാദ് കുരുവളയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാം. ഏറെ സ്നേഹത്തോടെ പ്രസാദ് കുരുവളയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ യോഗത്തിൽ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ സംസ്ഥാന ഭാരവാഹികളെയും ഇവിടെ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഡയറക്ടർമാരെയും ഭാരവാഹികളെയും എല്ലാവരെയും ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം. പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ച യോഗം KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന പ്രോഗ്രാം സെക്രട്ടറി ശ്രീ പ്രസാദ് കുരുവള സ്വാഗതം ആശംസിച്ചു. കുരുവളയെ ഏൽപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. KCBC മദ്യവിരുദ്ധ സമിതിയുടെ നിയമാവലി പരിഷ്കരണം സംബന്ധിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി.
അതിനെ സംബന്ധിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് നവംബർ 20 മുൻപ് ആവശ്യമെങ്കിൽ വിവിധ ഘടകങ്ങളോട് ആലോചിച്ച് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അറിയിക്കാനായിട്ടും തീരുമാനിച്ചു. സംസ്ഥാന സമ്മേളനം 2025 ഫെബ്രുവരി 1 ശനിയാഴ്ച കോട്ടയത്ത് വെച്ച് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിലും മേഖലയുടെ സഹകരണത്തിലും എല്ലാ രൂപതകളുടെയും പങ്കാളിത്തത്തിലും നടത്തുവാൻ തീരുമാനിച്ചു. സമിതിയുടെ അർദ്ധവാർഷിക സമ്മേളനം എറണാകുളം BOC-യിൽ വെച്ച് 2024 ഡിസംബർ 7 രാവിലെ 10 മണി മുതൽ നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു. സിസ്റ്റർ ജോസ് മരിയ CMC ത്രികാല ജപവും ചൊല്ലി പ്രാർത്ഥനയോടെ അഭിനന്ദ പിതാവിൻ്റെ ആശീർവാദത്തോടെ യോഗം 1 മണിക്ക് അവസാനിച്ചു. സംസ്ഥാന ബീവറേജ് കോർപ്പറേഷൻ്റെ ലോഗോ ദുരുപയോഗം ചെയ്തതിനെ പറ്റി സെക്രട്ടറി ശ്രീ പ്രസാദ് ഗുരുവിള വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു എന്ന് ഫാദർ ജോൺ അനീക്കൽ സെക്രട്ടറി. റിപ്പോർട്ട് പാസ്സാക്കാമോ ഇല്ലയോ, അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പാസ്സാക്കാതെ ഒരു ഉദ്ദേശ പ്രസംഗത്തിൻ്റെ പ്രസക്തി നമുക്ക് ഇല്ല എങ്കിൽ പോലും സെക്രട്ടറി എന്നെ ക്ഷണിച്ചത് പ്രകാരം ഞാൻ ഇവിടെ നിൽക്കുകയാണ്. നമുക്കറിയാം, കോവിഡിൻ്റെ മഹാമാരി ഏതാണ്ട് തുടങ്ങുന്ന സമയത്തായിട്ടും ടെമ്പറൻസ് കമ്മീഷൻ സെക്രട്ടറി ആയിട്ടും എന്നെ നിയോഗിച്ചത്. ഏതാണ്ട് 3-3.5 വർഷക്കാലം ഒന്നും ചെയ്യാൻ വയ്യാതെ പുറത്തിറങ്ങാൻ പറ്റാതെ ഒരവസ്ഥയിലേക്ക് നീങ്ങുകയുണ്ടായി. ആയുധമൂലം പല രൂപതകളിലെയും സമിതികൾ അപ്രത്യക്ഷമായെന്ന് ഞാൻ പറയത്തില്ല, നിർജീവമായി പോയി. ഇപ്പോൾ നമുക്ക് ആശ്വസിക്കാൻ ഒരു കാര്യമുള്ളത്, ഏതാണ്ട് 32 രൂപതകളിലും ഡയറക്ടർ അച്ഛന്മാരുണ്ട്. ചില അച്ഛന്മാർ പറഞ്ഞ് ഞാനല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതച്ഛനാ? ആ അച്ഛനെ വിളിച്ചു കഴിയുമ്പോൾ ഞാനും അല്ല. അപ്പോൾ പിതാക്കന്മാരോട് 1-2 പേർ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കുഴപ്പമില്ല, 1-2 രൂപതകളിൽ എങ്ങനെയുള്ളൂ. ബാക്കി എല്ലാ രൂപതകളിലും വളരെ സജീവമായിട്ടുള്ള ഡയറക്ടർ അച്ഛന്മാരുണ്ട്. എല്ലാ രൂപതകളിലും സമിതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഈ 17 രൂപതകളിൽ മാത്രമേ സമിതി അസച്ച് പ്രവർത്തിക്കുന്നുള്ളൂ. ഇതായി പറയാൻ കാരണം, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വളരെയേറെ ഉണർന്ന് നമുക്ക് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നേരത്തെ നടന്നതുപോലെ വളരെ സജീവമായിട്ട് കേരളത്തെ മുഴുവനും മദ്യവിമുക്തമാക്കാൻ വേണ്ടി നമ്മളുടെ പോരാട്ടത്തിൽ ഒരു നാഴികക്കല്ലായി KCBC മദ്യവിരുദ്ധ സമിതി പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് ഏവർക്കും വളരെ സന്തോഷം നൽകുന്നതാണ്. എന്നാൽ അന്നുള്ള ആ ഒരു സന്തോഷവും ആശ്വസ്തവും ഉത്സാഹവും ഒക്കെ പിൽക്കാലങ്ങളിൽ നിന്നുപോയി എന്ന് തന്നെ പറയാം. അതൊന്നു ചേർന്ന് ഞാൻ അഭിനന്ദിക്കുകയാണ്. അഭിനന്ദ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ പലപ്പോഴും എന്നെ വിളിച്ച് ചോദിക്കുകയും ആ കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് നടക്കുന്നു എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന പിതാവാണ്. അതുമാത്രമല്ല, ഈ മദ്യവിരുദ്ധ സമിതി എന്ന് നമ്മൾ പറഞ്ഞാലും ലഹരിയാണ് ഇന്നത്തെ ഏറ്റവും വലിയ വില്ലൻ. അതിനെ സംബന്ധിച്ച് നല്ലൊരു കാഴ്ചപ്പാട് പിതാവിനുണ്ടാകുകയും ആ കാഴ്ചപ്പാടിൽ നിന്നാണ് KCBCയുടെ വിവിധ കമ്മീഷനുകളെ നമ്മൾ നേരിട്ട് വിളിക്കുകയും അവരുമായിട്ട് ചർച്ച ചെയ്യുകയും ഓരോ കമ്മീഷനും എന്തെല്ലാം ചെയ്യാമെന്ന് അവർ വാക്കാൽ പറയുകയല്ല എഴുതി തരികയും ചെയ്യുക ഉണ്ടായി. അത് പ്രകാരമാണ് നമ്മൾ പല കാര്യങ്ങളിലേക്കും ഇപ്പോൾ തിരിയുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സജീവമാക്കണം എന്നുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നതിനും അനുഗ്രഹിക്കട്ടെ. അനുസ്യൂതമൊഴുകി വരൂ.
വിമൻസ് കമ്മീഷൻ്റെ സംസ്ഥാന പ്രതിനിധികളെ, രൂപത പ്രതിനിധികളെ, വന്യരായ വൈദിക സഹോദരങ്ങളെ, ആദരണീയരായ സിസ്റ്റേഴ്സ്, പ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ കടന്നു വരുന്ന ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ എല്ലാവിധമായ സന്തോഷവും നന്മയും പ്രിയപ്പെട്ടവരായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ സന്തോഷത്തോടെ ആശംസിക്കുകയാണ്. നാളെ അമലോത്ഭവ തിരുനാളാണ്. The Immaculate Conception of Our Lady. ഇന്ന് അതിൻ്റെ തലേ ദിവസം നമ്മളിവിടെ കൂടുമ്പോൾ വലിയൊരു അർത്ഥമുണ്ടായത്. പാപരഹിതയായിട്ട് അമ്മ ജനിച്ചു, പാപമില്ലാത്തവളായി അവൾ ജീവിച്ചു. മദ്യം, മയക്കുമരുന്ന്, രാസലഹരി, ആ സാഹചര്യങ്ങളിൽ അതിൽ നിന്ന് വിമുക്തി നേടുക എന്ന് പറയുമ്പോൾ അത് അമലോത്ഭവത്തിൻ്റെ ഒരു ചൈതന്യമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മളെല്ലാം പാപമില്ലാത്തവരായി തീരണം, പാപ സാഹചര്യങ്ങളെ വെടിയണം, എങ്കിൽ നമ്മൾ അമ്മയെപ്പോലെ സ്വർഗാരോപിതരാകും എന്നുള്ള ഒരു വലിയ സന്ദേശം അതിനകത്തുണ്ട്. ദൈവ സാന്നിധ്യം നമ്മിലുണ്ടാകും, ദൈവം നമ്മിൽ ജനിക്കും, നമ്മിലൂടെ മറ്റുള്ളവരിൽ അവിടുന്ന് പിറക്കും. അതാണല്ലോ അതിൻ്റെ സന്ദേശം. ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ 3-ാം തവണയാണ് ഇവിടെ വരിക. ഈ അടുത്ത ദിവസങ്ങളിൽ പല മീറ്റിങ്ങുകളും പല കാര്യങ്ങളുമാണ്. പക്ഷെ ഞാനിവിടുന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്യാനെത്തും. പക്ഷേ നിങ്ങൾ എത്തിയത് എത്ര ദൂരത്തിൽ നിന്നാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് തിരിച്ചറിഞ്ഞ് സഭയുടെ മനസ്സ് പറയുകയാണ്. അത് വലിയൊരു സമർപ്പണമാണ്. അച്ഛനെയും സന്തോഷത്തോടെ ഓർക്കുകയാണ്. പിന്നെ ഈ സ്റ്റേജിലിരിക്കുന്ന ഓരോരുത്തരുമുണ്ട്, അവരവരുടെ ഭാഗം അവർ നന്നായി ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയും അംഗസംഖ്യ നമ്മുടെ ഈ മീറ്റിങ്ങിന് ലഭിക്കുന്നത്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുകയല്ല. നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ 2 ഡോക്യുമെൻ്റ് പെട്ടെന്ന് പറയാം. ഒന്ന്, ഈ 2025 ജൂബിലി വർഷമാണ്. പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ മനുഷ്യര് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന വിഷയം. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയവും ഇത് തന്നെയാണ്. പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. കുടുംബങ്ങൾക്ക്, നമ്മുടെ നാടിന്, കുഞ്ഞുങ്ങൾക്ക്, യുവതലമുറയ്ക്ക് പ്രതീക്ഷ കൊടുക്കുക. പ്രാർത്ഥന കൊണ്ട് മാത്രം പ്രതീക്ഷ കൊടുക്കാൻ പറ്റില്ല. അത് ഒരു വശം. സാമൂഹ്യമായ ഈ തിന്മയ്ക്കെതിരെ പോരാടി പ്രതീക്ഷ കൊടുക്കുക. ഒരു സെക്കൻഡ് മുമ്പ് അവിടെ നിന്ന് ഈ ഹാളിലേക്ക് വരുമ്പോൾ നമ്മുടെ വിമൻസ് കമ്മീഷൻ്റെ അംഗങ്ങൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ അമ്മമാർ എന്നോട് ഈ മീറ്റിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഫസ്റ്റ് കമൻറ്റ്, പിതാവ് പോകുന്നത് നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കാനാണെന്ന്. പിതാവ് പോകുന്ന മീറ്റിംഗ് നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കാനുള്ള മീറ്റിംഗ് ആണെന്ന്. ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല, അവരിങ്ങോട്ട് പറഞ്ഞ ഒരു കമൻറ്റ് എന്നെ വല്ലാതെ ആകർഷിച്ചു. എത്ര ഹൃദയസ്പർശിയാണത്. അപ്പം അതുകൊണ്ട് അത്രമാത്രം കാലിക പ്രസക്തി. പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് നമ്മുടെ തീർത്ഥാടക സഭയാണ്. ഈ തീർത്ഥാടക യാത്രയിൽ തളർന്നു പോകാതിരിക്കാൻ, മന്ദീഭവിച്ചു പോകാതിരിക്കാൻ, അലസരായി രാസലഹരിയുടെ പിടിയിൽ നശിച്ചു പോകാതിരിക്കാൻ അവർക്ക് പ്രതീക്ഷ കൊടുക്കണം നമ്മൾ. അപ്പം നമ്മുടെ ജോലി പ്രതീക്ഷ കൊടുക്കുക, പ്രത്യാശയുള്ളവരാക്കുക. ഈ കമ്മിറ്റിയുടെ അടിസ്ഥാനപരമായ നിയോഗം ഈ വർഷം ഈ പ്രത്യാശ ഈ രീതിയിൽ നമ്മുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, മാർപ്പാപ്പ 4ാമത്തെ തൻ്റെ ചാക്രിക ലേഖനം ഒക്ടോബർ 24 പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ലത്തീൻ നാമം ദിലെക്സിറ്റ് നോസ് എന്നാണ്. ഹി ലവ്ഡ് അസ് എന്നുള്ളതാണ്. ഹി ലവ്ഡ്, അവൻ നമ്മെ സ്നേഹിച്ചു. റോമ ലേഖനം 8:37 അതിനകത്ത് ഒരു കാര്യം, അത് പറഞ്ഞതിൻ്റെ ഒരു സാങ്കത്യം,
യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നിങ്ങൾ നോക്കേണ്ട ഒരു കാലമാണിത്. അതാണ് അതിൻ്റെ കണ്ടന്റ്. യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് കണ്ണ് പായിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറി മറയും, വ്യത്യസ്തമാകും. ആ ഒഴുകിയ ചോരയിലേക്ക് നിങ്ങളുടെ കണ്ണൊന്ന് പതിച്ചാൽ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരും. അപ്പോൾ നമ്മുടെ ഈ കമ്മീഷൻ സത്യത്തിൽ അതാണ് ചെയ്യേണ്ടത്. കള്ളിൽ നിന്നും രാസലഹരിയിൽ നിന്നും കർത്താവിൻ്റെ തിരിച്ചോരയിലേക്ക് മനസ്സും ഹൃദയവും കണ്ണും കാതും ഒക്കെ പതിപ്പിക്കത്തക്ക രീതിയിൽ ദൈവജനത്തെ ഒരുക്കിയെടുക്കുക. ഇന്നത്തെ കാലയളവിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒന്ന്, നമ്മൾ അപേക്ഷിക്കുന്നത് ഒന്ന്, പക്ഷേ ഗവൺമെൻറ് എടുക്കുന്ന നടപടി നേരെ വിപരീതം തന്നെ. ഇടയ്ക്ക് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു, എവിടെയാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിൻ്റെ പേര് അനന്തമൂർത്തി എഴുതിയതാണ്. എൻ്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. വീട്ടിൽ ഒരു നായർ കുടുംബമാണ്, ഹൈന്ദവ നായർ കുടുംബത്തിൽ ഉമ്മറപ്പടിയിൽ അച്ഛനും കൂട്ടുകാരും ഇരുന്ന് സംസാരിക്കുന്ന മഹാഭാരതം ഒന്ന്. അകത്ത് അടുക്കളയിൽ അമ്മയും കൂട്ടുകാരികളും വേലക്കാരികളും സംസാരിക്കുന്ന മഹാഭാരതം മറ്റൊന്ന്. എത്ര നല്ലൊരു ആർട്ടിക്കിളാണ്. രണ്ടും സംസാരിക്കുന്ന വിഷയം മഹാഭാരതമാണ്, പക്ഷേ രണ്ടിൻ്റെയും കണ്ടന്റ് വ്യത്യാസമാണ്. ഒരിടത്ത് അച്ഛൻ സംസാരിക്കുന്നത്, കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നത് ഒരു മഹാഭാരതം, മറ്റെടുത്ത് വേറൊന്ന്. അതിൻ്റെ അർത്ഥം എന്താ? രണ്ട് മഹാഭാരതമുണ്ടോ? ഇല്ല. രണ്ട് ബൈബിളുണ്ടോ? ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, ഇവിടെ സാമൂഹ്യമായ സുസ്ഥിതി വരണം, നമ്മുടെ കുടുംബം ഐശ്വര്യപ്പെടണം, മരണനിരക്ക് കുറയണം, കുഞ്ഞുങ്ങൾ വളർന്നു വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നില്ലേ, അവർ വലിയ മാളുകളിൽ പ്രദർശനമായിട്ട് വലിയ ബ്രാൻഡുകൾ കൊണ്ടുവയ്ക്കാൻ തീരുമാനിച്ചു. വായിച്ചോന്നറിയില്ല. വായിച്ചില്ലേ? അറിഞ്ഞില്ലല്ലേ? അപ്പോൾ കടയിൽ പോയില്ലല്ലേ എന്ന് പറഞ്ഞാൽ ഈ ദിവസം അവരെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമ്മളെ പരീക്ഷിച്ച് കീഴടക്കാൻ പറ്റുമോ അതിനുള്ള വഴികൾ ഒപ്പിക്കുകയാണ്. മാളുകളിലൊക്കെ പോകുന്ന ഒരുമാതിരി കാശുള്ളവരാ, അവിടെ ബ്രാൻഡുകൾ പ്രദർശിപ്പിക്കും, അല്പം കഴിഞ്ഞ് അവിടെ വിൽപ്പനയും തുടങ്ങും. ഉറപ്പാണ്. ഈ കഴിഞ്ഞ നാല് ദിവസം മുമ്പുള്ള പത്രമാധ്യമത്തിൽ നിങ്ങൾ വായിച്ചു കാണും, ഈ അറേബ്യൻ സീയിൽ നിന്ന് 5 പേരടങ്ങുന്ന സംഘം 500 കിലോ രാസലഹരി പിടിച്ചുവെന്ന്. വായിച്ചോ? 500 കിലോ രാസലഹരി. രാസലഹരി എന്ന് പറയുന്നത് കള്ളും കഞ്ചാവും ഒന്നുമല്ല. മനുഷ്യനെ നാഡീ നരമ്പുകളെ തകർത്ത് അവൻ്റെ എല്ലാ നന്മകളും ഇല്ലാതാക്കുന്ന സാധനമാണ് 5 ദിവസം മുന്നേ തൊട്ടടുത്തുള്ള അറബിക്കടലിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ വിഷയത്തെ കാണണം പ്രിയപ്പെട്ടവരെ. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് വളരെ ശക്തമായ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് നല്ല സന്തോഷമുണ്ട്, ഇവിടെ ആയിരിക്കുന്നവരെല്ലാം ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടാണ് ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധിക്കുന്നത്. ഇത്രമാത്രം നമ്മുടെ ചുറ്റുപാടുകളും ഗവൺമെൻറ്റും നമുക്ക് എതിരായി നിൽക്കുമ്പോൾ നമുക്ക് ശക്തമായി നീങ്ങിയേ മതിയാകൂ. അതുകൊണ്ട് ഞാൻ ഈ കമ്മീഷന്റെ ചുമതല എപ്പോഴെടുത്തോ ആ നിമിഷം തൊട്ട് പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ് ഈ മീറ്റിംഗിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ശക്തമായ പ്രാർത്ഥന. ദൈവത്തിന്റെ ഇടപെടലിൽ ഉണ്ടായേ ഇത് തീരൂ. നമുക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രതിലോമ ശക്തികളെ കീഴടക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിയില്ലെങ്കിലും അവന് കഴിയും. അവന് അസാധ്യമായിട്ടൊന്നുമില്ല. നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ ഹിം. ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചഞ്ചലമായ ആ പ്രാർത്ഥന രൂപി നമ്മൾ കീപ്പ് ചെയ്യണം ഈ വിഷയത്തിൽ നിരന്തരമായി. 2, ഞാൻ എന്നും പറഞ്ഞിരുന്നു, ബോധവൽക്കരണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ വിഷയത്തിൽ ഒരു മനസ്സോടാണ് വന്നിരിക്കുന്നത്. എനിക്ക് യാതൊരു സംശയവുമില്ല. എല്ലാവരും ഒരു മനസ്സോടെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് താഴെയുള്ള നമ്മുടെ യുവജനങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ, നമ്മുടെ കുട്ടികൾ, ഇവരെവിടെ? ഇപ്പൊ പല ആക്സിഡന്റുകൾ നമ്മൾ കണ്ടു. ആലപ്പുഴയിൽ നടന്ന വളരെ ശോചനീയമായ അവസ്ഥ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്കറിയില്ലെങ്കിലും
6 കുട്ടികളുടെ ജീവൻ. ആ കുടുംബങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ടു വരുന്ന കുടുംബങ്ങളാണ്, അവിടുന്ന് ഉയർന്നു വന്ന കുഞ്ഞുങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഓർക്കുക, ആ കുടുംബങ്ങളൊക്കെ അനുഭവിക്കുന്ന വലിയ വേദന. അപ്പോൾ നമ്മുടെ യുവജനങ്ങളെ നേരായ ദിശയിലേക്ക്, പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയിലേക്ക് നയിക്കണം. അപ്പം നമ്മുടെ അടുത്ത ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത്, വാർഷികം എന്ന് പറയുന്നത് യുവജനങ്ങളിലേക്കും താഴോട്ടും ശ്രദ്ധ തിരിക്കാനാണ്. അവരെ ബോധവൽക്കരിക്കാതെ നമുക്കിനി രക്ഷയില്ല. നമ്മുടെ വഴികൾ അല്ലെങ്കിൽ അടഞ്ഞു പോകും. നമ്മൾ ഈ ഇരിക്കുന്നവരെ മാത്രം എപ്പോഴും കോൺഷ്യൻറ്റൈസ് ചെയ്ത് ബോധവൽക്കരിച്ചു കൊണ്ടുപോയാൽ കാര്യം മുന്നോട്ട് പോകില്ല, സഭ മുന്നോട്ട് പോകില്ല, കുടുംബം മുന്നോട്ട് പോകില്ല, സമൂഹം വളരില്ല. നമ്മുടെ ആങ്കിൾ നമ്മളൊന്ന് തിരിക്കണം. നമ്മുടെ മക്കളിലേക്ക്, യുവജനങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് ഒന്ന് തിരിച്ച് അവരിൽ ആവശ്യമായ ബോധവൽക്കരണം നടത്തണം എന്നുള്ള പ്രത്യാശയോടെയാണ് നമ്മൾ ഈ മീറ്റിംഗ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ദീർഘമായി ഞാൻ പറയുകയല്ല ചെയ്യാൻ പോകുന്നത്. വി നീഡ് എ വെരി ഗുഡ് ആക്ഷൻ പ്ലാൻ. ഈ വാർഷിക ആഘോഷത്തിൽ വലിയൊരു ബോധവൽക്കരണം നമ്മുടെ യുവജന സുഹൃത്തുക്കൾക്കിടയിൽ നടത്താൻ നമുക്ക് ആലോചന നടത്തണം. അതുകൊണ്ട് ഗൗരവമായ ഒരു ആലോചനയുടെ സമയമായി ഇത് രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അർദ്ധവാർഷിക ആഘോഷത്തിന് എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.